എല്ലാവർക്കും നമസ്കാരം. ഈ 2025 സമ്പൂർണ്ണ വർഷഫലമാണ് നമ്മളിതിലൂടെ പറഞ്ഞു പോരുന്നത്. ഇന്ന് ഗണിച്ചിരിക്കുന്ന രാശി ധനുരാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഏറ്റവും ആദ്യമായി എങ്ങനെയാണ് നിങ്ങളുടെ പരിപൂർണമായിട്ടുള്ള ഈ വരുന്ന 2025 ഭാവി ഫലം പ്രവചിക്കുന്നതെന്ന് ഏറ്റവും ആദ്യം തന്നെ ഒന്ന് പറയാം. ഈ രാശിയിൽ വരുന്ന ഈ 3 നക്ഷത്രക്കാരുടെയും ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തികം, ജോലി, കുടുംബം, ഭാഗ്യം, ഈ 6 മേഖലകളും പ്രത്യേകമായിട്ട് എടുത്ത് സൂക്ഷ്മമായി വിചിന്തനം ചെയ്ത ശേഷമാണ് ഈ വർഷഫലം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവിതത്തിലെ സർവ്വ വ്യാപാര, വ്യവഹാര, കൊടുക്കൽ വാങ്ങലുകളും അടങ്ങുന്ന ഈ 6 മേഖലകളും അതിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ വർഷഫലം ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഈ ഫലപ്രവചനങ്ങളുടെ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ജന്മനക്ഷത്ര പ്രകാരം ഇവിടെ ഗണിച്ചപ്പോൾ കിട്ടിയ ആ പരിഹാര ക്രിയകളും ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശരി, ഏറ്റവും ആദ്യം പൊതുഫലം, അതിനുശേഷം ഓരോന്നും വിശദീകരിച്ചു പറയുന്നതാണ്. ഇന്നത്തെ രാശി ധനുരാശി. ഈ രാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ 2025 വർഷം എടുത്തു പറയേണ്ട നിങ്ങളുടെ ആ 6 അനുഭവങ്ങൾ യഥാക്രമം: അതിലൊന്നാമത്തേത് ധനാഗമനം, രണ്ടാമത്തേത് വാഹനയോഗം, മൂന്നാമത്തേത് സന്താനഭാഗ്യം, നാലാമത്തേത് ദാമ്പത്യപുഷ്ടി, അഞ്ചാമത്തേത് കർമ്മപുഷ്ടി, ആറാമത്തേത് കീർത്തി. ഈ 6 ജീവിതാനുഭവങ്ങളിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും കടന്നുപോയിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ നിത്യജീവിതത്തിലെ ആ 6 രംഗങ്ങളും നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ഇതിലേറ്റവും ആദ്യമായി വരുന്നത് നിങ്ങളുടെ ആരോഗ്യരംഗം. ഈ ധനുരാശിയിൽ വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നിങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നാൽ ഏപ്രിൽ, മെയ് മാസങ്ങളോടുകൂടി നിങ്ങൾക്ക് ഈ മുടി കൊഴിയുക, അല്ലെങ്കിൽ മോണവീക്കം, അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ സാധാരണമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ വന്നുപെടാൻ യോഗം കാണുന്നുണ്ട്. പക്ഷേ ഇത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നതായതുകൊണ്ട് തന്നെ ഇതിൽ അത്ര ഗവനിക്കേണ്ട കാര്യവുമില്ല. എന്നാൽ ജൂൺ മാസം മുതൽ നിങ്ങളുടെ ആരോഗ്യം തീർത്തും തൃപ്തികരമായിരിക്കും. മാത്രമല്ല, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഈ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ പരിശീലനങ്ങൾ ഇതിൽ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തുടങ്ങി വയ്ക്കാനുള്ള എല്ലാവിധ സാധ്യതയും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് നവംബർ, ഡിസംബർ മാസങ്ങളോടുകൂടി മനസ്സിനും ശരീരത്തിനും ഉണ്ടായിരുന്ന സകല കേടുപാടുകളും തീർത്ത് ഒരു പരിപൂർണ ആരോഗ്യരംഗം നിങ്ങൾ വളർത്തിയെടുക്കുന്നതാണ്. അതോടുകൂടി നല്ല ആത്മവിശ്വാസം കൈവരികയും അതിനെ തുടർന്ന് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം നിങ്ങൾക്ക് നല്ല ഉണർവോടുകൂടി ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ആരോഗ്യകരമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, ഏകദേശം ഒരു കർക്കിടക മാസം പകുതിയോടുകൂടി തന്നെ ഇതുവരെ നിങ്ങൾ ശീലിക്കാത്ത ആ സ്വാത്വിക ഭക്ഷണങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതശൈലിയും നിങ്ങൾ ഈ സമയം മാറ്റിയെടുക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടി ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, വർഷത്തിൻ്റെ ആദ്യ കാൽഭാഗത്ത് ആരോഗ്യം അല്പം ഡൗൺ ആയി ഒന്ന് പോയാൽ പോലും പിന്നീട് അങ്ങോട്ട് അവിശ്വസനീയമായ മാറ്റങ്ങളാണ് വന്നു ചേരുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ 2025 ആരോഗ്യവുമായി ബന്ധപ്പെടുത്തി ഈ രാശിഫലത്തിൽ പറയാനുള്ളത്. ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം. ഈ ധനുരാശിക്കാർക്ക് നിങ്ങളുടെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്ഥാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിവാഹ ബന്ധങ്ങളിൽ ചെന്നുവിടാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇത് പറയാൻ കാരണം, നിങ്ങൾക്ക് ഓൾറെഡി സ്നേഹബന്ധങ്ങളുണ്ടെങ്കിൽ തന്നെയും അവരെ തന്നെ ആകണമെന്നില്ല നിങ്ങൾ ജീവിത പങ്കാളിയാക്കുന്നത്. അങ്ങനെ ഒരു എടുത്തു പറയത്തക്ക ചില നാടകീയ രംഗങ്ങൾ നിങ്ങളുടെ ശുക്രൻ്റെ ദൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ വിവാഹം, മറ്റു മംഗളകർമ്മങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നതാണ്. ഇനിയൊരു പക്ഷേ വീട്ടിൽ അത് നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാനുള്ള നിരവധി അവസരങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾ ദമ്പതിമാരും ഒരുമിച്ച് വിനോദയാത്ര നടത്തുകയോ അല്ലെങ്കിൽ സ്വഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു അവസ്ഥയും സംജാതമാകുമെന്നാണ് കാണുന്നത്. എന്നാൽ നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഈ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും, അതിപ്പോൾ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് അത് സ്വദേശത്താകാം, വിദേശത്താകാം, കാരണം ഇതിനുള്ള യോഗം കാണുന്നുണ്ട്. അതിനെ തുടർന്ന് മറ്റു ആഭരണങ്ങൾ അല്ലെങ്കിൽ ഉപഹാരങ്ങളെല്ലാം പരസ്പരം കൈമാറാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഇത്രയുമാണ് 2025 നിങ്ങൾ ധനുരാശിക്കാരുടെ വിവാഹം, കുടുംബം, ദാമ്പത്യം എന്നിവയുമായി ബന്ധപ്പെടുത്തി ഇവിടെ നിങ്ങളുടെ ഈ വർഷഫലത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസം. 2025 ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ
നിങ്ങളുടെ വിദ്യാപുരോഗതി അത്യുന്നത നിലയിലെത്താനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ഗുരുജനങ്ങളുടെ അനുഗ്രഹ ആശംസകളും നേടുന്നതാണ്. അതുമാത്രവുമല്ല, ഈ പ്രൊഫഷണൽ രംഗങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ഉന്നത നിലയിൽ വിദ്യ അഭ്യസിക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുങ്ങിക്കിട്ടുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഇതിൽ അഗ്രികൾച്ചറൽ, അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ വിഭാഗത്തിൽ ചേർന്ന് പഠിച്ചവർക്ക് അവരുടെ ജീവിതത്തിൽ പുതിയൊരു ജാലകം ഇതിലൂടെ തുറന്നു കിട്ടാനുള്ള എല്ലാവിധ അവസരങ്ങളും കാണുന്നുണ്ട്. കൂടി ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ ധനുരാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം പുരോഗതി തീർച്ചയായിട്ടും ദൃശ്യമാകും എന്ന് തന്നെ പറയേണ്ടി വരും. ഇത്രയുമാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തതായി വരുന്നത് നിങ്ങളുടെ സാമ്പത്തിക രംഗം. ഈ ധനുരാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഗുരുവിൻ്റെയും ശനിയുടെയും ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങിക്കിടപ്പുള്ള സംരംഭങ്ങളെല്ലാം പുനരാരംഭിക്കാൻ ഇപ്പോൾ ഒരു അവസരം വന്നു കിട്ടിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഈ സാമ്പത്തിക പരാധീനതകൾ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചേർന്നെങ്കിലും നിങ്ങളുടെ ആ പ്രോജക്റ്റ് വർക്കുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ പുനരാരംഭിക്കും എന്നാണ് കാണുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞത് അല്ലെങ്കിൽ 2 അതിലധികമോ ആളുകളെ ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ തുടങ്ങിയവ നിങ്ങൾ തീർച്ചയായിട്ടും വികസിപ്പിച്ചെടുക്കാനുള്ള യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. മാത്രവുമല്ല, നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ 2 അതിലധികമോ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനങ്ങൾ വന്നു ചേരാനോ അല്ലെങ്കിൽ മറ്റു വിലപിടിപ്പുള്ള വസ്തുവകകൾ നിങ്ങൾക്ക് ക്രയവിക്രയങ്ങൾ നടത്തി അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയെടുക്കാനോ യോഗം കാണുന്നുണ്ട്. അതിനെ തുടർന്ന് നിലവിലുള്ള കടബാധ്യതകൾ മുഴുവനായിട്ട് നിങ്ങൾ അടച്ചു തീർക്കുകയോ അല്ലെങ്കിൽ അത് അടച്ചു തീർക്കാൻ പ്രാപ്തിയുള്ള മറ്റു മാർഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ തുറക്കപ്പെടുകയോ ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം ഈ 2025 വർഷം ഏറ്റക്കുറച്ചിലുകളില്ലാതെ മുന്നോട്ട് പോകും. എന്നാലും നല്ല രീതിയിൽ മെച്ചപ്പെടാനാണ് മുൻതൂക്കം കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ധനുരാശിക്കാരുടെ സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തി ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ കർമ്മരംഗം, അതായത് ജോലി. ഈ ധനുരാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മമേഖലയുമായി ബന്ധപ്പെടുത്തി രാശിഫലത്തിൽ കിട്ടിയിരിക്കുന്നത് രാഹുവിൻ്റെ ദൃഷ്ടി അത്ര അനുകൂലമല്ലെങ്കിലും ശനിയും വ്യാഴവും നിങ്ങൾക്ക് പരിപൂർണമായി അനുകൂലത്തിലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ 2025 വർഷം ഒന്നിലധികം തൊഴിൽ സംരംഭങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏർപ്പെടുന്നതാണ്. അതായത് നിലവിലൊരു പ്രധാന തൊഴിൽ മേഖലയിൽ നിങ്ങൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കെ അതിന് സമാന്തരമായി മറ്റ് 1-2 ബിസിനസ് കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാധ്യതയും നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ അഭിരുചികൾ പോലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടുതലുള്ള മേഖലയിലാകാം. അതായത് ഇപ്പോൾ ബാങ്കിങ് ഇടപാടുകൾ, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ചിട്ടിപ്പിരിവുകൾ പോലുള്ള ധനം അധികമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന മേഖലയിൽ ഇത് കൂടുതൽ പ്രകടമാകാനാണ് സാധ്യത കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് മാസത്തിന് ശേഷം നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം അത് നിങ്ങളുടെ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 2-3 ഇരട്ടി ആയിരിക്കുമെന്ന് തന്നെ തീർത്തും പറയാവുന്നതാണ്. അതുമാത്രവുമല്ല, ഇതിൽ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിന് ആ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള തസ്തികയിൽ തന്നെ ആ ജോലി ലഭിക്കുമെന്നുള്ളൊരു വാർത്ത നിങ്ങളെ തേടിയെത്തുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് രാശിഫലത്തിൽ കാണുന്നത്. മാത്രമല്ല, സ്വദേശത്ത് വിദേശത്ത് വളരെയധികം ആളുകൾ ഒന്നിച്ചു ചേർത്തുകൊണ്ട് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സംരംഭങ്ങളുടെ ഭാഗമായിരിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വർഷാവസാനം കർമ്മരംഗം മുൻപെങ്ങും നിങ്ങൾ ദൃശ്യമാകാത്ത വിധം വളരെയധികം വലിയ വളർച്ച രേഖപ്പെടുത്തുന്ന അവസ്ഥയും സംജാതമാകും എന്നാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ധനുരാശിക്കാർക്ക് ഈ 2025 വർഷം നിങ്ങളുടെ കർമ്മരംഗം വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതൽ വളർച്ച പ്രാപിക്കുന്നത്. പറയാൻ കാരണം അത്ര കൃത്യമായിട്ട് തന്നെ ഇത് നമ്മുടെ ഗണിതത്തിൽ കാണുന്നുണ്ട്. ഇത്രയുമാണ് ധനുരാശിക്കാരുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾക്ക് ശുക്രൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോഴും അതുപോലെ തന്നെ രാഹുകേതുക്കളും വ്യാഴവും ദൃഷ്ടി ചെയ്യുന്ന ആ രാശിയെ മുൻനിർത്തി നോക്കുമ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല സൗഭാഗ്യങ്ങളും ഈ 2025 വർഷം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിത്തീരുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ചെറുപ്പക്കാർക്ക് അവരുടെ ദീർഘകാലങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടുനടുന്ന വിവാഹം, അതുപോലെ തന്നെ വിദേശവാസം എന്ന ആ ഒരു സ്വപ്നം ഈ പ്രാവശ്യം ഇതോടുകൂടി സാക്ഷാത്കരിക്കുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ വിദേശ പര്യടനം നടത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരം വന്നു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, ഈ 2025 വർഷത്തിൻ്റെ പകുതി മുതൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലാണെങ്കിലും സാമൂഹ്യ മേഖലയിലാണെങ്കിലും ശരി പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ ഉറപ്പായിട്ടും വന്നു ചേരാനുള്ള എല്ലാവിധ യോഗവും കാണുന്നുണ്ട്.
അതുപോലെ തന്നെ വർഷത്തിൻ്റെ അവസാനത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സൗഹൃദങ്ങളും അതുവഴി ദീർഘകാലമായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന പദ്ധതികളെല്ലാം അതോടുകൂടി നിങ്ങൾക്ക് പരിപൂർണമായി അനുകൂലത്തിൽ വരാനുള്ള എല്ലാവിധ യോഗങ്ങളും കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ 2025 വർഷം നിങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. ഇത്രയുമാണ് ധനുരാശിക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ വർഷഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ഗ്രഹനില വളരെ വിശദമായി പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും. പ്രത്യേകിച്ചും ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ പറഞ്ഞതുപോലെ ശാസ്താ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവിടെ എള്ളുതിരി വഴിപാടായിട്ട് കത്തിക്കുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളോ സന്ദർശിച്ച് അവിടെ പാൽ പായസം തുളസിമാല എന്നീ വഴിപാടുകൾ ചെയ്യിപ്പിക്കുന്നതും അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ വർഷം അവസാനം, അതായത് ഡിസംബർ മാസത്തിൽ അവസാനം തൃക്കൈ വെണ്ണ വഴിപാട് നടത്തുന്നതും നിങ്ങൾക്ക് ഈ സമയത്ത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ വലിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതേ മാസങ്ങളിൽ തന്നെ സർപ്പക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും അത്യുത്തമമായിരിക്കും. അതിനെ തുടർന്ന് വർഷം അവസാനം ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നിങ്ങളുടെ അപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇതിലും വലിയൊരു പുണ്യം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്ന് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ 2025 വർഷത്തിൽ നിങ്ങളുടെ പരിഹാര മാർഗങ്ങളായിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 2025 വർഷം നിങ്ങൾ ഈ ധനുരാശിയിൽപ്പെട്ട 3 നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ ജ്യോതിഷ ഫലപ്രവചനം നമ്മൾ നടത്തി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും വന്ന് പരിശോധിച്ച് നിങ്ങളുടെ ജീവിതയാത്ര ക്രമപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.